വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജുവ ചെറിയൊരു പിണക്കത്തിലാണ്. ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത് ഫിഷ് സമൂസയാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫിഷ് ഷേപ്പിലുള്ള സമൂസയാണ്. ഫിഷ് വെച്ചിട്ട് തന്നെയാണ് ഈ സമൂസ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഫിഷ് ഷേപ്പിലുള്ള സമൂസ റെഡിയാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ സമയം കൊണ്ട് സമൂസക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കണം. ഫിഷിന്റെ മീറ്റ് ഭാഗം മാത്രം എടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് വേവിച്ചിട്ട് നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള മീനാണിത്. ഫിഷിന് പകരം ബീഫോ ചിക്കനോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സമൂസക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫിഷ് ഷേപ്പിലൊന്ന് സമൂസ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവ് എടുത്ത് ഇതുപോലെ ബോളാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കണം. ഇനി ഇതിന്റെ നടുവിലായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു പീസും കൂടെ ഇതുപോലെ പരത്തിയെടുത്ത് അതിന്റെ 4 വശങ്ങളിലായി വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു പീസ് ഫില്ലിങ്ങിന്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. സമൂസ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ മസാല എണ്ണയിലോട്ട് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി 2 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം.
ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ വെള്ളം തടവി കൊടുക്കുക. ഇനി ഓരോ ലെയറും ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി ലാസ്റ്റ് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി വാലിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ രണ്ട് സൈഡും ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ഫിഷിന്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി ഒരു കണ്ണും കൂടെ വെച്ച് കൊടുക്കണം. എന്നാലാണ് നമുക്ക് ആ ഫിഷിന്റെ ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഗ്രാമ്പു ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഫിഷ് ഷേപ്പ് സമൂസ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഓരോന്നായി ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഫിഷ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു. ബൈ ബൈ.